ഈ ബാസിൽ ബാസിലെ ബാസിലിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ. ഈ അള്ളാഹുവിനെ കുറിച്ച്, പ്രപഞ്ചാതീതനായ ദൈവത്തെക്കുറിച്ച്, പ്രപഞ്ചത്തിന് പുറത്താണ് ദൈവം നിലനിന്നത്, അങ്ങനെ നിലനിന്ന ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ബാസിൽ മറന്നുപോയൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ പിന്നീടാണ് എനിക്ക് തോന്നി, ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ എനിക്കത് തോന്നിയില്ല, എൻ്റെ ചിന്തയിൽ വരാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബാസിൽ വിശ്വസിക്കുന്നത് അള്ളാഹുവിലാണല്ലോ. അപ്പോൾ ഈ നിസ്കാരത്തിൻ്റെ കാര്യം തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നബി ഈ ഏഴാനാകാശ യാത്ര നടത്തിയില്ല, ബുറാക്ക് എന്ന് പറഞ്ഞ വാഹനത്തിലേറിയിട്ട് ആകാശയാത്ര നടത്തിയതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കഥയുണ്ട് ഈ ഹദീസിൽ. അപ്പോൾ ആ കഥ എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ബുറാക്കിൻ്റെ പുറത്ത് കയറി ഏഴാനാകാശത്ത് പോയി അള്ളാഹുവിനെ കണ്ടു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് 50 നേരം നിസ്കാരം തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പരത് കേട്ടിട്ട്, നബി അത് കേട്ടിട്ട്, മുഹമ്മദ് നബി അത് കേട്ടിട്ട് തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വരുമ്പം പുള്ളി താഴെ ആകാശത്തിൽ, അതായത് 7 ആകാശമാണല്ലോ, അപ്പോൾ അതിൽ താഴെയുള്ള ആകാശം എന്ന് പറഞ്ഞാൽ കരവസ്തു അല്ല എന്നുള്ള വേറൊരു കാര്യം, അത് നമ്മൾ പിന്നെ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ താഴെയുള്ള ആകാശത്തിൽ വെച്ചിട്ട് മൂസാ നബീനെ കണ്ടു. മൂസാ നബി പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ കാണാൻ പോയിട്ട് നിങ്ങൾ കാണാൻ പോയതായിരുന്നല്ലേ? അതെ, കാണാൻ പോയതാണ്. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? അപ്പോൾ 50 നേരത്തെ നിസ്കാരം, അള്ളാഹുവിന് വേണ്ടിയിട്ട് 50 നേരം നിസ്കരിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ നിസ്കാരം 50 നേരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് അത് കുറച്ച് മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പലവട്ടം അദ്ദേഹം മൂസാ നബിയുടെ വാക്ക് കേട്ടിട്ട് തിരിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് പോവുകയും, അള്ളാഹു ഈ 50 നേരം നിസ്കാരം 5 നേരമാക്കി കുറച്ചു. അങ്ങനെയാണ് ഈ 5 നേരം നിസ്കാരം ഉണ്ടായതെന്ന് പറയുന്ന ഒരു കഥയുണ്ട്. കഥയല്ല, അത് മുസ്ലിങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 50 നേരം നിസ്കാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ കാണാൻ പോയ കഥ മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന, അള്ളാഹു സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രപഞ്ചാതീതനായിട്ടുള്ള ഒരു ദൈവത്തെ നേരിട്ട് പോയി നബി കണ്ടു എന്ന് പറയുന്ന കഥ വിശ്വസിക്കുന്ന ബാസിൽ തന്നെയാണ് ദൈവം പ്രപഞ്ചാതീതനാണെന്ന് പറയുന്നത്. ഈ 2 കഥയും കൂടെ കൂടിയിട്ട് എങ്ങനെയാണ് യോജിക്കുന്നത്? അതായത് ദൈവം സ്ഥിതി ചെയ്യുന്നത് പ്രപഞ്ചത്തിന് പുറത്താണ്, അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ച് നമുക്ക് പറയാനോ നിർവചിക്കാനോ കഴിയില്ല എന്ന് പറയുന്ന അതേ മതവിശ്വാസം വെച്ചുകൊണ്ടാണ് ഈ 7-ാം ആകാശത്ത് പോയി 50 നേരം നിസ്കാരം 5 നേരമാക്കി കുറച്ച് മേടിച്ചു എന്ന് പറയുന്ന കഥയിൽ അതേ വ്യക്തി തന്നെ വിശ്വസിക്കുന്നു. അതേ വ്യക്തിയുടെ മതത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ ഈ വിരോധാഭാസം ഒക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ എടുത്താൽ പൊങ്ങാത്ത, അല്ലെങ്കിൽ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തെ ഇത്ര ഇതായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമഡി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എന്തൊക്കെ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെയാണ്. കാരണം വെച്ചാൽ ഈ കഥയൊന്നും വായിക്കാത്ത ആൾക്കാരുടെ മുന്നിൽ ഇതൊക്കെ വിലപ്പോവുള്ളൂ. ഇപ്പോൾ ഈ കഥ അന്ന് ബീച്ചിൽ ഉണ്ടായിരുന്ന ആൾക്കാരാരെങ്കിലും ഈ കഥ ബാസിലിനോട് പറഞ്ഞിരുന്നെങ്കിൽ ബാസിൽ അതൊരു കാരണവശാലും സംപ്രേഷണം ചെയ്യില്ല. ഇനിയിപ്പം സംപ്രേഷണം ചെയ്താൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടേനെ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവം. ഞാനിപ്പോൾ ഓർത്തപ്പോൾ അത് പറഞ്ഞെന്നുള്ളൂ. ഞാനത് എനിക്ക് ഈ സംഭവം ഞാൻ ആദ്യം വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയിൽ വന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ അത് ഓർമ്മയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ.